പരിശുദ്ധമായ റമളാൻ ഇതാ കടന്നു വരികയാണ്. പരിശുദ്ധമായ റമളാൻ വരുന്നതിന് മുമ്പ് നല്ലൊരു മുന്നൊരുക്കം നമ്മൾ നടത്തണം. നമ്മളൊരു അതിഥി വരുന്നതിന് മുമ്പ് ഒരു മുന്നൊരുക്കം നടത്തുമല്ലോ എന്നതുപോലെ ശഅബാനിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്താൽ റമളാനിന് മുമ്പ് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനാവും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് റമളാൻ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാവും. നമുക്കൊന്ന് പരിശോധിക്കാം, റമളാനിന് മുമ്പ് എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുക. മഹാന്മാർ പറയുന്നു, 4 ചെറിയ സൂറത്തുകൾ, ആ സൂറത്തുകൾ ഒരു മനുഷ്യൻ ഒരു ദിവസം ഓതിയാൽ അടുത്ത ആഴ്ച ആ ദിവസം വരെ അവൻ്റെ ഈമാൻ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. മാത്രമല്ല അവനിക്ക് എല്ലാവിധത്തിലുള്ള ഹിഫാലത്ത്, സംരക്ഷണം കിട്ടുന്നതാണ്. അവൻ്റെ പാപങ്ങൾ പൊറുപ്പിച്ച് കിട്ടുന്നതാണ്. ഈ വലിയ 3 പ്രത്യേകതകളുള്ള 4 ചെറിയ സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള ആ സൂറത്ത് ഏതൊക്കെയാണെന്നൊന്ന് കേട്ടാലോ. 4 സ്വഭാവമുള്ളവർ, ആ 4 സ്വഭാവമുള്ളവർക്ക് റമളാനിൻ്റെ ഒരു പുണ്യവും ലഭിക്കില്ല. ലൈലത്തുൽ ഖദറിൻ്റെ ഒരു ഖൈറുമില്ല, റമളാനിൻ്റെയും പുണ്യമില്ല. റമളാൻ അല്ലാത്തപ്പോഴും അവർ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ്. ഈ 4 സ്വഭാവം ഇപ്പോഴേ ഉള്ളവർ അത് മാറ്റുക, എന്നാൽ മാത്രമേ കടന്നു വരുന്ന റമളാൻ നമുക്ക് അനുകൂലമാവുകയുള്ളൂ. ഏതാണ് മോശപ്പെട്ട ആ 4 സ്വഭാവങ്ങൾ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും പരിപാവനമായ ശഅബാനിലാണ്. അള്ളാഹു നമ്മുടെ ശഅബാനിനെ സ്വീകരിക്കുമാറാവട്ടെ. കടന്നു വരുന്ന റമളാൻ അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വിശ്വാസികളുടെ മനസ്സ് വളരെയധികം സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. കാരണം ഏകദേശം 2 മാസത്തോളം ദുആ ചെയ്ത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്ത് അവസാനം ഇതാ റമളാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതിഥിയുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് നമ്മുടെ നാടിൻ്റെ അതിർത്തി കഴിഞ്ഞിരിക്കുകയാണ് എന്നതുപോലെ റമളാൻ ഇതാ അടുത്തു വന്നു. ഏകദേശം 4 ദിവസങ്ങൾ മാത്രമാണ് നമ്മളിലേക്ക് ഇനി അവശേഷിക്കുന്നത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും റമളാനിലേക്ക് എത്തിക്കുമാറാവട്ടെ. വളരെ സന്തോഷമുണ്ടാവണം. പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും വളരെ ആഹ്ലാദമുണ്ടാവണം. കാരണം വിശ്വാസികൾ എപ്പോഴും തേടേണ്ടത് അള്ളാഹുവേ കാലം മുഴുവനും റമളാനായിരുന്നുവെങ്കിൽ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്. നബി തങ്ങളുടെ ഹദീസിൽ കാണാം, ലൗ തഅലമു ഉമ്മത്തി മാഫി റമളാൻ ലതമന്നൗ അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം റമളാനിൻ്റെ ശ്രേഷ്ഠത, റമളാനിൻ്റെ പവിത്രത, റമളാനിൻ്റെ വലിയ ബഹുമാനം, ആദരവ്, റമളാനിൻ്റെ മഹത്വം ഇതൊക്കെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ കാലം മുഴുവനും, എല്ലാ മാസവും, അവൻ്റെ ജീവിതകാലം മുഴുവനും റമളാനായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ചിന്തിക്കുമെന്നാണ്. അപ്പം അത്രമാത്രം ശ്രേഷ്ഠതയുള്ള പുണ്യമായ റമളാൻ ഇതാ കടന്നു വരികയാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും നല്ല റാഹത്തോടെ, സന്തോഷത്തോടെ റമളാനിലേക്ക് എത്തിക്കുകയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള വലിയ മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി എൻ്റെ മുഅ്മിനീങ്ങളോട്, എൻ്റെ ഉമ്മമാരോട്, എൻ്റെ ഉപ്പമാരോട്, സഹോദരന്മാരോട് പറയാനുള്ളത്, പരിശുദ്ധമായ റമളാൻ ഇതാ കടന്നു വരികയാണ്. അതിനു മുമ്പ്, റമളാൻ വരുന്നതിന് മുമ്പേ നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് പൊറുപ്പിച്ചു വെക്കൽ വളരെ അത്യാവശ്യമാണ്. റമളാനായിട്ട് ഇനി ഇസ്തിഗ്ഫാർ ചെയ്യാം, റമളാനായിട്ട് ഇനി തൗബ ചെയ്യാം. അങ്ങനെയല്ല, ഇപ്പോഴേ നമ്മൾ തൗബയുടെ വാക്കുകൾ പറഞ്ഞ്, ഇസ്തിഗ്ഫാറിൻ്റെ വാക്കുകൾ പറഞ്ഞ്, ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല മനസ്സോടുകൂടി വേണം റമളാനിനെ സ്വീകരിക്കാൻ. നല്ല മനസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് അതിനുള്ള ചില പോംവഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അതായത് ഇൻഷാ അല്ലാഹ് ഈ മാർച്ച് മാസം നമ്മളിലേക്ക് റമളാൻ വരികയാണല്ലോ. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച ശഅബാൻ 29 ആ 29ാമത്തെ മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ വരുന്ന ചൊവ്വാഴ്ച നമുക്ക് റമളാൻ 1 ആയിരിക്കും. ഇനി
തിങ്കളാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ ചൊവ്വാഴ്ച പരിശുദ്ധമായ ശഅബാൻ 30 പൂർത്തിയാക്കി ബുധനാഴ്ച റമദാൻ 1 ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ആയിരിക്കും റമദാൻ 1. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. റമദാൻ കടന്നു വരുമ്പോൾ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ മാനസികമായി ഒന്ന് തയ്യാറാവണം. ഒരു അതിഥി കടന്നു വരുമ്പോൾ നമ്മൾ മാനസികമായും ശാരീരികമായും തയ്യാറാകുമല്ലോ എന്നതുപോലെ ഈ റമദാനാകുന്ന അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ ആദ്യം തന്നെ മാനസികമായിട്ടൊന്ന് തയ്യാറാവണം അതിനെ സ്വീകരിക്കാൻ. മാത്രമല്ല നമ്മുടെ ശാരീരികമായ ശുദ്ധി വേണം, സാമ്പത്തികമായ ശുദ്ധി വേണം. സക്കാത്ത് കൊടുക്കുക, സ്വതക്ക കൊടുക്കുക, അതുപോലെ മറ്റുള്ളവർക്ക് ഹദിയ കൊടുക്കുക. ശാരീരികമായ ശുദ്ധി, മറ്റുള്ളവരോടുള്ള അസൂയ, കുശുമ്പ് അതൊക്കെ മാറ്റിവെക്കുക. ഇതൊക്കെ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ട ഒരു മുന്നൊരുക്കമാണ്. പിന്നെ പള്ളിയിൽ പോകുന്ന കാര്യം, റമദാൻ ഒന്നാവട്ടെ പള്ളിയിൽ പോവാം, അങ്ങനെയല്ല. അങ്ങനെ ഈ റമദാനിന് മാത്രം പള്ളിയിൽ പോകുന്ന ആളുകളെ പ്രത്യേകം കളിയാക്കിക്കൊണ്ട് RSP എന്നൊക്കെ ആളുകൾ കളിയാക്കി പരിഹസിച്ച് വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കാനും പാടില്ല. റമദാൻ സ്പെഷ്യൽ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിക്കാനും പാടില്ല. കാരണം ഓരോ ആളുകളുടെയും മനസ്സിലുള്ള ഈമാൻ എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പം എന്തുമാവട്ടെ, നമ്മൾ പള്ളിയിൽ റമദാനിലേക്ക് മാത്രമായിട്ടല്ല, നമ്മൾ ഇപ്പോഴേ പള്ളിയിൽ പോയി തുടങ്ങുക, ജമാഅത്തിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങുക. മാത്രമല്ല ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സക്കാത്തിന്റെ കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുക. അതുപോലെ തന്നെ നനച്ചുകുളി എന്നൊക്കെ പറഞ്ഞ് ഒരു പരിപാടി ഉണ്ടല്ലോ, പണ്ടുള്ള ഉമ്മമാരൊക്കെ ചെയ്യുമായിരുന്നു പലപ്പോഴും. ഇപ്പോഴത്തെ ആളുകളും ചെയ്യാറുണ്ട്. വീടൊക്കെ അടിച്ച് വൃത്തിയാക്കുക, അതുപോലെ മാറാലകൾ മാറ്റുക, അതുപോലെ കർട്ടനുകൾ അടിച്ച് വൃത്തിയാക്കുക, അതൊക്കെ കഴുകിയിടുക, പാത്രങ്ങൾ കഴുകി കമത്തി വെക്കുക, അങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കുക, നമ്മുടെ ശരീരം വൃത്തിയാക്കുക, മനസ്സ് വൃത്തിയാക്കുക, നമ്മുടെ സ്വഭാവം വൃത്തിയാക്കുക, സമ്പത്ത് വൃത്തിയാക്കുക. അങ്ങനെ ഒരു വലിയൊരു മുന്നൊരുക്കമാവണം റമദാനിന് വേണ്ടി നമ്മൾ തയ്യാറാവേണ്ടത്, ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് മഹാന്മാർ പറയുന്നു, അവരുടെ കിതാബുകളിൽ കാണാം 4 ചെറിയ സൂറത്തുകൾ, നമുക്ക് എല്ലാവർക്കും മനപ്പാടമുള്ള 4 ചെറിയ സൂറത്തുകൾ. ഈ സൂറത്തുകൾ ഒരു മനുഷ്യൻ അവൻ ഒരു ദിവസം 7 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ, ഒരു ദിവസം ഈ 4 സൂറത്തുകൾ 7 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ, അതെന്നാണോ അവൻ ഓതിയത് അന്ന് മുതൽ ആ ആഴ്ച കഴിഞ്ഞ് ആ ദിവസം വരെ, അതായത് ഇന്ന് ഇപ്പോൾ ഉദാഹരണം പറയും, ശനിയാഴ്ച നമ്മൾ ഓതി, ഇന്ന് ഓതിയാൽ നാളെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, പിന്നെ ശനി, അങ്ങനെ ആ ഒരാഴ്ചക്കാലം നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹു മുൻകൂട്ടി തന്നെ പുറത്ത് തരുന്നതാണ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു 4 ചെറിയ നമുക്കറിയാവുന്ന സൂറത്തുകൾ. ഇൻഷാ അല്ലാഹ് അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. മാത്രമല്ല ഇത് ഓതിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വരെ, പ്രത്യേകിച്ച് ഈ സൂറത്തുകൾ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷമാണ് ഓതൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളത്. ആ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം ഒരു മനുഷ്യൻ ഇത് ഓരോ സൂറത്തും 7 പ്രാവശ്യം വെച്ച് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. ആപത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു കാക്കും. മാത്രമല്ല അവൻ്റെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതാണ് ആ സൂറത്ത്? ഒന്നാമത്തെ സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊന്ന് ഓതിയാലോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫാത്തിഹ എപ്പോൾ ഓതിയാലും അതിന് മുമ്പ് എന്തോതണം? അഊദു ഓതണം. അത് നിസ്കാരത്തിലാണെങ്കിൽ അത് പതുക്കെ ഓതുക. പിന്നെ ബാക്കി നമ്മൾ ഉറക്കെ ഓതുന്ന സമയത്തൊക്കെ, അതായത് നിസ്കാരമല്ലാത്ത സമയത്തൊക്കെ ഫാത്തിഹ ഓതുമ്പോൾ അഊദു പ്രത്യേകം ഓതൽ വളരെ സുന്നത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഇത് എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം ഒരു മനുഷ്യൻ ഓതിയാൽ തീർന്നില്ല. അതോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരാൾ 7 പ്രാവശ്യം ഓതിയാൽ, ഓതിക്കോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തുൽ ഇഖ്ലാസ് ഒരു മനുഷ്യൻ ഓതിയാൽ. മൂന്നാമതായി സൂറത്തുൽ ഫലഖ് ഒരാൾ ഓതിയാൽ 7 പ്രാവശ്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അതുപോലെ നാലാമതായി സൂറത്തുൻ നാസ്, പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ അധ്യായം, ഏറ്റവും അവസാനത്തെ സൂറത്തുൻ നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഈ 4 സൂറത്തും ഒരു മനുഷ്യൻ ഒരു ദിവസം 7 പ്രാവശ്യം ഓതിയാൽ, അപ്പോൾ അത് സുഖമാണല്ലോ ഉസ്താദേ. ഞങ്ങൾ 7 പ്രാവശ്യമല്ലോ ഓതേണ്ടത്, 5 വഖത്ത് ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. ഓരോ നിസ്കാരത്തിൻ്റെ ഓരോ റക്അത്തിൽ ഞങ്ങൾ ഫാത്തിഹ ഓതുന്നുണ്ട്, പിന്നെ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. ആ സുന്നത്ത് നിസ്കാരത്തിൽ അതല്ല, അതൊക്കെ നമുക്ക് നിസ്കാരത്തിലുള്ള ഓത്താണ്. അതല്ലാതെ ഇതിനു വേണ്ടി തന്നെ എൻ്റെ പാപം പൊറുക്കണം, എനിക്ക് ഇനി വരുന്ന ആഴ്ച സംരക്ഷണം കിട്ടണം, എൻ്റെ ഈമാൻ പാറ പോലെ ഉറച്ചു, ഈ 3 നീയത്തിൽ നമ്മൾ ഓതുക. അല്ല നിസ്കാരത്തിൽ ഓതുന്നുണ്ട് അതുപോലെ പോരാ. അതല്ലാതെ നമ്മൾ 7 പ്രാവശ്യം ഈ ഒരു നീയത്തുകൾ മനസ്സിൽ കരുതിയിട്ട് ഓതിയാൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം കിട്ടുമെന്നാണ്. ആപത്ത്, സിഹിർ, കണ്ണേറ്, അപകടങ്ങളിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ്. മാത്രമല്ല നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലമാണല്ലോ ഇത്, അല്ലേ? ചില വാക്കുകൾ പറയുമ്പോൾ, ചിലത് നമ്മൾ ചെയ്യുമ്പോൾ, ചിലത് നമ്മൾ കേൾക്കുമ്പോഴൊക്കെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരമാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഈ 4 സൂറത്തും ഓതൽ കൊണ്ട് വളരെ ശ്രേഷ്ഠമാണ്. പിന്നെ ഈ 4 സൂറത്തിൽ വളരെ ശ്രേഷ്ഠമുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല. ഈ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം മാത്രം നമ്മൾ മുമ്പ് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെറുതായി ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം ഒന്ന് പറയുമോ ഉസ്താദേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സമയം പോലെ ഇഖ്ലാസിൻ്റെ മഹത്വം പിന്നീട് പറയാം. ചെറുതായി ഒന്ന് സൂചിപ്പിക്കട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് അത് അള്ളാനെ പറ്റി മാത്രം പറയുന്ന സൂറത്താണ്. അള്ളാനെ പറ്റി മാത്രം. സൂറത്തു തൗഹീദ് എന്ന് പറയും. ഇപ്പോൾ ഫാത്തിഹ എടുത്താൽ, മറ്റു സൂറത്തുകളൊക്കെ എടുത്താൽ ഒരുപാട്, ഇപ്പോൾ ഏറ്റവും ചെറിയ സൂറത്താണല്ലോ സൂറത്തുൽ കൗസർ, 3 ആയത്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ സൂറത്തുൽ അസ്ർ 3 ആയത്തേ ഉള്ളൂ. പക്ഷേ ഈ 3 ആയത്തുള്ള ഈ സൂറത്ത്, 3 ആയത്തുള്ള 3 സൂറത്ത്, ഒന്ന് സൂറത്തുൽ അസ്ർ, രണ്ടാമത്തേത് സൂറത്തുൽ കൗസർ, മൂന്നാമത്തേത് സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. അപ്പോൾ ഈ 3 ചെറിയ സൂറത്തിലും 3 ആയത്തേ ഉള്ളൂ. ഈ 3 ആയത്തിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസിൽ ആ പറയുന്ന ആയത്തുകളിൽ അള്ളാനെ പറ്റി മാത്രമാണ് അവിടെ സംസാര വിഷയം. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സൂറത്താണ്. ഒരിക്കൽ ഒരു സ്വഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് മറ്റൊരു സ്വഹാബിയെ പറ്റി പരാതി പറഞ്ഞു. നബിയെ, ആ സ്വഹാബി എപ്പോൾ ഇമാമ് നിന്നാലും ഈ സൂറത്ത് ഓതുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് മാത്രമേ ഓതൂ, ഖുൽ ഹുവല്ലാഹ്, എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ്, വേറെ സൂറത്ത് ഓതാൻ പറഞ്ഞു നബിയെ എന്നുള്ള ഒരു പരാതിയുമായിട്ട്, മറ്റൊരു സ്വഹാബിയെ പറ്റിയുള്ള പരാതിയുമായി ഒരു സ്വഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂല് എല്ലാ നിസ്കാരത്തിലും എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ആ സ്വഹാബിയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തേ, നിന്നെപ്പറ്റി പരാതിയുണ്ടല്ലോ, നിങ്ങളെപ്പറ്റി പരാതിയുണ്ട്, എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതുന്നത്, മറ്റു സൂറത്തുകൾ അറിയില്ലേ? നബിയേ, എനിക്ക് എല്ലാ സൂറത്തും അറിയാം, പക്ഷേ ഈ സൂറത്തുൽ ഇഖ്ലാസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയെ. അത് ഓതുമ്പോൾ തന്നെ വലിയ ഒരു ശ്രേഷ്ഠത, ഒരു വലിയ മഹത്വം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, എങ്കിൽ നിനക്കിഷ്ടമുള്ള ഈ സൂറത്തുൽ ഇഖ്ലാസ് നിന്നെയും ഇഷ്ടപ്പെട്ട് നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. അതുകൊണ്ട് വളരെയധികം പറയാൻ എളുപ്പമുള്ള, ഓതാൻ എളുപ്പമുള്ള ഈ സൂറത്തുൽ ഇഖ്ലാസ് ഒരുപാട് വട്ടം നമ്മൾ ഓതുക. അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്, ഈ നമ്മുടെ ശൈത്താൻ പരമായ ഒരുപാട് വസ്വാസ് ഉണ്ടാവും. നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ കൈ ഇങ്ങനെ കെട്ടുമ്പോൾ അല്ലാഹു, അതുപോലെ തന്നെ ഫാത്തിഹ ഓതുമ്പോൾ ഇയ്യാക നഅ്ബുദു അല്ലേ, അങ്ങനെ ഒരു വസ്വാസ് ഉണ്ടാകും. ഒളു എടുക്കുമ്പോൾ കൈ അവിടെ നനഞ്ഞോ, കാല് ഇവിടെ നനഞ്ഞോ, അങ്ങനെ ഭയങ്കര വസ്വാസുകളുണ്ട്. ആ വസ്വാസ് മാറാൻ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് ഒരുപാട് വട്ടം ഓദിക്കും. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ, ഈ 4 സൂറത്തുകളും ഓതി ഇൻഷാ അല്ലാഹ് 7 പ്രാവശ്യം വെച്ച് ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് അടുത്ത ആഴ്ച വരെ അള്ളാഹുവിൻ്റെ കാവലിലാണ്. അള്ളാഹുവെ, പരിശുദ്ധമായ റമളാൻ, ആ റമളാൻ ഞങ്ങളിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിച്ച് ഞങ്ങൾക്ക് നല്ല ഈമാൻ വർദ്ധിച്ച് നല്ല രൂപത്തിൽ ആ റമളാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഈ പറയപ്പെട്ട സൂറത്തുകൾ റമളാനിലേക്ക് ഓതാനല്ല, റമളാനിന് മുമ്പ്. പക്ഷേ ഇനി പരിശുദ്ധമായ റമളാനിന് 3-4 ദിവസം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഈ സൂറത്തുകൾ ഓതി റമളാനിന് മുമ്പ് തന്നെ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് ഈമാൻ വർദ്ധിപ്പിച്ചിട്ട് വേണം ഇൻഷാ അല്ലാഹ് റമളാനിലേക്ക് കിടക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് പരമാവധി ഓതാൻ 7 എന്നൊരു എണ്ണം പറഞ്ഞതാണ്, 7 അല്ല, ചിലപ്പോൾ 70 ഓതാൻ പറ്റുമോ? ഇങ്ങനെ ഓദിക്കോ ഒരുപാട് വട്ടം ഓദിക്കോ. അള്ളാഹു വലിയ തൗഫീക്ക് നൽകും, വലിയ ഖൈർ നൽകും. അള്ളാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് 4 സ്വഭാവമുള്ള ആളുകൾക്ക് റമളാനിൻ്റെ ഒരു പുണ്യവും കിട്ടില്ല. ഈ 4 സ്വഭാവമുള്ള മനുഷ്യർക്ക് റമളാൻ അനുകൂലമാവില്ല, റമളാനിൻ്റെ ഒരു പുണ്യവുമില്ല, ഈ ലൈലത്തുൽ ഖദ്റുമില്ല, ഒന്നുമില്ല. 4 സ്വഭാവമുള്ള ആളുകൾ സൂക്ഷിക്കണേ. ആ 4 സ്വഭാവം ഈ വീഡിയോ കേൾക്കുന്നത് ഇന്നാണോ നാളെയാണോ, ഇപ്പോൾ തന്നെ ആ സ്വഭാവം മാറ്റിക്കോ. ഇപ്പോൾ തന്നെ സ്വഭാവം മാറ്റി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ റമളാൻ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഏതൊക്കെയാണ് ആ സ്വഭാവങ്ങൾ? ഒന്നാമത്തേത്, മാതാപിതാക്കളുമായി പിണങ്ങിക്കഴിയുന്നവർ, അല്ലെങ്കിൽ ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ. ഉമ്മയോട് പിണക്കം, വാപ്പയോട് പിണക്കം, ഭാര്യയുമായിട്ട് മാറി എവിടെയോ പോയി താമസിക്കുകയാണ്. എത്രയോ രക്ഷിതാക്കളാണ് പരാതി പറയുന്നത്, ഉസ്താദെ ഒരു മോനായിരുന്നു എനിക്കുള്ളത്, അവൻ കല്യാണം കഴിഞ്ഞ് ഓളുടെ വാക്കും കേട്ട് എവിടെയോ പോയി താമസിക്കുകയാണ്, ഞാനും എൻ്റെ കെട്ടിയോനും മാത്രമാണ് വീട്ടിലുള്ളത്, ഞങ്ങൾ എന്നും ദ്വാരക്കാറുണ്ട്, മകനൊന്ന് തിരിച്ചു വരണേ, പക്ഷേ അവൾ ഇങ്ങനെ കൊണ്ടുപോയി. അല്ലെ, എത്രയോ രക്ഷിതാക്കളുണ്ട്. എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ഭർത്താവിനെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും തമ്മിൽ പിണക്കിയിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ഷർറ് മാത്രമേ കിട്ടൂ. കാരണം നിങ്ങളുടെ കൂടെ കഴിയുന്ന നിങ്ങളുടെ ഭർത്താവിന് അള്ളാഹുവിൻ്റെ തൃപ്തിയില്ല, മാതാപിതാക്കളുടെ തൃപ്തിയില്ല. ആ തൃപ്തിയില്ലാത്ത ഭർത്താവ് ഉള്ള കാലത്തോളം നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ യാതൊരു ഖൈറും ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ഭർത്താവിനെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നവളായി മാറണം ഭാര്യ, പ്രത്യേകിച്ച് മരുമോൾ. അപ്പോൾ മാതാപിതാക്കളുമായി പിണങ്ങിക്കഴിയുന്നവരെ നിങ്ങൾ വേഗം പോയിട്ട് അവരോട് പൊരുത്തം ചോദിച്ചോളി. എന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഈ റമളാൻ നമുക്ക് അനുകൂലമാവുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ പറയും, ഉസ്താദേ ഉമ്മ മരണപ്പെട്ടു പോയി, എങ്കിലോ നേരെ പോവുക ഖബറിടത്തിലേക്ക്, അവരുടെ ഖബറിടത്തിൽ ചെന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരോട് പൊരുത്തം ചോദിക്കുക. രണ്ടാമത്തെ കാര്യം, ലഹരി ഉപയോഗിക്കുന്നവനാണ്. അത് കള്ളുകുടിയനാവട്ടെ, അതുപോലെ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നവൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ, ഹാൻസ് ഉപയോഗിക്കുന്നവൻ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ നിങ്ങൾക്കും അല്ലാഹു തആല റമളാനിൻ്റെ ഒരു പുണ്യവും തരില്ല. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് മദ്യപാനികളായ ഭർത്താക്കന്മാരുള്ള ഉമ്മമാരെ നിങ്ങളൊന്ന് സൂക്ഷിക്കണേ, മദ്യപാനികളായ മക്കളുള്ള ഉമ്മമാരെ ഒന്ന് സൂക്ഷിക്കണേ. അവരോട് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. എന്നിട്ടും അവർ ആ പാപത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പറയുക അള്ളാഹിനോട്, പടച്ചോനെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അവർ നന്നാവുന്നില്ല, നീ തന്നെ അവരെ നന്നാക്കണമെന്ന ഒരു ദുആ ഇറക്കുക. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കുടുംബങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്നവർ. എപ്പോഴും വഴക്കാണ്. സഹോദരി സഹോദരന്മാർ, ഉമ്മ വാപ്പ, ഭാര്യ ഭർത്താവ്, എപ്പോഴും വഴക്കും വക്കാണവുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് റമളാനിൻ്റെ ഒരു പുണ്യവും കിട്ടില്ല. പിന്നെയോ നാലാമത്തേത്, പിണങ്ങിക്കഴിയുന്നവരാണ് ഭാര്യ ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ മക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അയൽവാസികൾ, കൂട്ടുകുടുംബാദികൾ, കൂട്ടുകാർ, ഇവരൊക്കെ പിണങ്ങിക്കഴിയുന്നവരുണ്ടോ? ആ പിണക്കം മാറ്റാതെ ഈ പരിശുദ്ധമായ റമളാൻ എത്ര തന്നെ നിങ്ങൾ അമൽ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഈ 4 സ്വഭാവമുള്ള ആളുകൾക്ക് റമളാൻ അനുകൂലമാവില്ല. അള്ളാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് റമളാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് നിസ്കാരങ്ങൾ, തറാവീഹ് നിസ്കാരം പോലെ, വിത്ർ നിസ്കാരം പോലെ, അവ്വാബിൻ നിസ്കാരം പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. പക്ഷേ റമളാനിലേക്ക് സ്പെഷ്യലായി നമ്മൾ നിസ്കരിക്കുമ്പോൾ, പ്രത്യേകിച്ച് തറാവീഹും അതുപോലെ തസ്ബീഹ് നിസ്കാരമൊക്കെ പല ആളുകൾക്കും മറന്നുപോയിട്ടുണ്ടാവും. സ്ഥിരമായി നിസ്കരിക്കുന്ന ആളുകളുണ്ട് തസ്ബീഹ് നിസ്കാരമൊക്കെ. തറാവീഹ് നമുക്ക്
റമദാനിലേക്ക് മാത്രമുള്ള നിസ്കാരമാണല്ലോ. അപ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയാണ്, നിയ്യത്ത് എങ്ങനെയാണ്, എങ്ങനെ നിസ്കരിക്കണം, ഓരോ റക്അത്തിൻ്റെ ഇടയിലും നിയ്യത്തുണ്ട്, അങ്ങനെ പല സംശയങ്ങളും ഉണ്ടാകും. നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അത്താഴത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, റമദാനിലെ ആദ്യത്തെ പത്തിൽ, രണ്ടാമത്തെ പത്തിൽ, മൂന്നാമത്തെ പത്തിൽ ഏതൊക്കെ ദിക്റുകൾ പറയണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കുറേ മസ്അലകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയാം, അപ്ലോഡ് ചെയ്യാം. അതൊക്കെ കേൾക്കാൻ സന്നദ്ധരാവുക, അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പരിശുദ്ധമായ ശഅബാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളാണ്. അള്ളാഹു തആല ഒരുപാട് ദുആ ചെയ്യാനും അതുപോലെ തന്നെ കടന്നു വരുന്ന റമദാൻ, ആ റമദാനിലേക്ക് എത്താനും റമദാനിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക. ഇതിൽ പറയപ്പെടുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ അമൽ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമുക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഖൈറും സലാമത്തും നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ ആരെല്ലാം എഴുതുന്നുണ്ടോ ദുആ വസിയത്ത്, ആരുടെയൊക്കെ എന്തൊക്കെ മുറാദുകൾ ഹാസിലാവാനുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകൾ അള്ളാഹു എളുപ്പത്തിലാക്കുമാറാവട്ടെ. നല്ല വിജയം നമുക്കും നമ്മുടെ മക്കൾക്കും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. ഒരുപാട് ഉമ്മമാർക്കും ഉപ്പമാർക്കുമുള്ള സംശയമാണ്, ബാത്റൂമിൽ നമുക്ക് വുളൂ എടുക്കാമോ? ഇവിടെ ബാത്റൂം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് മൂന്നായിട്ട് നമുക്ക് ഭാഗിക്കാം. ബാത്റൂമിൽ നമ്മൾ ടോയ്ലറ്റ് ഉണ്ട്, ആ ടോയ്ലറ്റ് മാത്രമുണ്ട്, അതുപോലെ കുളിക്കുന്ന കുളിപ്പുര ഹമ്മാമുണ്ട്, അതുപോലെ രണ്ടും കൂടി ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാം കൂടി ചേർന്നിട്ടുള്ള ബാത്റൂമും ഉണ്ടാകും. ടോയ്ലറ്റും അതുപോലെ കുളിപ്പുര എല്ലാം കൂടെ ഉള്ളതും ഉണ്ടാകും. ഇവിടെ എവിടെയാണ് വുളൂ ചെയ്യാൻ പറ്റുന്നത്, എവിടെ വുളൂ ചെയ്യാൻ പാടില്ല? വിശദമായി ബാത്റൂമിൽ വുളൂ ചെയ്യാമോ, ബാത്റൂമിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് വുളൂ ചെയ്യാമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ബാത്റൂമിൽ വുളൂ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, ആ സംശയങ്ങൾ മുഴുവനും അൽഹംദുലില്ലാ നിവർത്തിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.